സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന ആരോപണങ്ങൾക്കിടയിൽ സാഹചര്യം മുതലെടുത്ത് വ്യാജ പീഡന പരാതികൾ ഉയർന്നുവരുന്നത് ഭയപ്പെടുത്തുന്നുവെന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. പരാതികളുടെ മറവിൽ ബ്ലാക്ക് മെയിലിംഗിനുള്ള കളമൊരുക്കുന്നത് ഗൗരവമായി കാണണമെന്നും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നു. വിവരങ്ങളുമായി കീർത്തി ചേരുകയാണ്. കീർത്തി, സ്വാഭാവികമായും സിനിമയിൽ മുതൽ മുടക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചൊക്കെ വലിയ ആശങ്ക ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. സിനിമാ മേഖലയിലാകെ പ്രശ്നങ്ങളാണ് എന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതിനോട് പ്രതികരിക്കുന്നത്? തീർച്ചയായും നീലിമ, സിനിമാ മേഖല വലിയൊരു പ്രതിസന്ധി തന്നെ നേരിടുന്ന ഒരു ഘട്ടമാണിത്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വാർത്താക്കുറിപ്പ് പുറത്തുവരുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആരോപണ വിധേയരായവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം മുതലെടുത്ത് വ്യാജ പീഡന പരാതികൾ ഉയർന്നു വരുന്നു എന്നത് ഭയപ്പെടുത്തുന്ന സംഗതിയാണ്. ആർക്കെതിരെയും എന്ത് ആരോപണവും ഉന്നയിക്കാമെന്ന അന്തരീക്ഷം സംജാതമാകുന്നത് സിനിമാ മേഖലയെ മാത്രമല്ല സമൂഹത്തെ മുഴുവനായും സാരമായി ബാധിക്കും. പരാതികളുടെ മറവിൽ ബ്ലാക്ക് മെയിലിംഗും ഭീഷണിപ്പെടുത്തി ഉദ്ദേശം നേടിയെടുക്കുന്നതിനുമുള്ള കളമൊരുക്കുന്നുവെന്നത് ഗൗരവമായി കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി വെളിപ്പെടുത്തലുകൾ, നിരവധി വനിതാ താരങ്ങൾ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവർ നേരിട്ട വിവേചനങ്ങൾ, അവർ നേരിട്ട ലൈംഗിക ഉപദ്രവം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നു. ഒപ്പം തന്നെ പരാതിയായി SITക്ക് നൽകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ വ്യാജ പീഡന ആരോപണങ്ങളുണ്ടെങ്കിൽ അത് ഗൗരവത്തോടു കൂടി തന്നെ കാണണം. വ്യക്തിവൈരാഗ്യം തീർക്കാനും പ്രതിച്ഛായ തകർക്കാനുമായി ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തെ ഉപയോഗപ്പെടുത്തുന്നുവെന്നത് സർക്കാർ ഗൗരവമായി കാണണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെയും ശുപാർശകളുടെയും ഉദ്ദേശശുദ്ധിയോടുകൂടി അട്ടിമറിക്കുന്നതാണ് ഇപ്പോഴത്തെ ചില സംഭവ വികാസങ്ങളെന്നും അതിൽ സർക്കാരിന്റെ ശ്രദ്ധ അടിയന്തരമായി പതിയണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വാർത്താക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നിരവധി പരാതികൾ, നിരവധി വെളിപ്പെടുത്തലുകൾ ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ സത്യസന്ധവും വ്യാജവുമായിട്ടുള്ള പരാതികളുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ, വ്യാജ പരാതികളുണ്ടെങ്കിൽ അത് പോലീസും സർക്കാരും ഗൗരവത്തോടു കൂടി കണ്ട് അതിനുവേണ്ട അന്വേഷണം നടത്തണം. ആരോപണ വിധേയരായിട്ടുള്ളവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. ഓക്കെ, പരാതികളുടെ മറവിൽ ബ്ലാക്ക് മെയിലിംഗിനുള്ള കളമൊരുക്കുന്നത് ഗൗരവമായി കാണണമെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. വിവരങ്ങളാണ് കീർത്തി പങ്കുവച്ചത്.